കേരളത്തിൽ ഇന്ന് പല യുവാക്കളും കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടല്ലേ. അതായത് IT ഫീൽഡ് വിട്ടിട്ട് മാനേജ്മെൻറ്റ് ഫീൽഡ് വിട്ടിട്ടൊക്കെ ഒരുപാട് പിള്ളേർ ഇപ്പം കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു സംശയമുണ്ട്, ഈ ചെറിയ ഭൂമിയിൽ നിന്ന് ശരിക്കും നല്ല വരുമാനം ഉണ്ടാക്കാനാകുമോ എന്നൊക്കെ ഉള്ളത്. ആ ഒരു സംശയം കാരണം പല ആൾക്കാരും ഇപ്പോഴും അവർക്കിഷ്ടമില്ലാത്ത ഫീൽഡിൽ വർക്ക് ചെയ്യുകയും കൃഷിയിലേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ കിട്ടുന്ന വരുമാനം കൃഷിയിൽ നിന്നും കിട്ടുമോ, എൻ്റെ കുടുംബത്തിനെ നോക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടാകുമോ, ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ജീവിത സൗകര്യങ്ങളെല്ലാം എനിക്ക് കൃഷി ഉപജീവന മാർഗമാക്കി എടുത്താൽ കിട്ടുമോ, ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള സംശയങ്ങൾ. എന്നാൽ നമുക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ഏക്കറിൽ നിന്നും നല്ല വരുമാനം ലഭിക്കും എന്നുള്ളതാണ് സത്യം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഴയും ഈർപ്പമുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇത് ചില വിളകൾക്ക് വലിയ ഗുണമാണെങ്കിലും ചില കൃഷിക്ക് പ്രശ്നവും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഫാമിംഗ് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏതൊക്കെ വിളകളാണ് നാച്ചുറലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് നോക്കണം. എന്നിട്ട് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങാവും. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിളകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാഴ, തെങ്ങ്, ഇഞ്ചി, മുളക്, പൈനാപ്പിൾ, പിന്നെ കുറച്ച് പച്ചക്കറികളും. അപ്പോൾ ഇവയ്ക്ക് മഴയും ഈർപ്പവും നല്ല ഗ്രോത്ത് കൊടുക്കും എന്നുള്ളതാണ് ഇവയെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തുടക്കക്കാരൊരിക്കലും ഒരു ക്രോപ്പിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യരുത്. അതായത് സിംഗിൾ ക്രോപ്പായിട്ട് ഫോക്കസ് ചെയ്യരുത്. അവർ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷനായിട്ടുള്ള മിക്സഡ് ഫാമിംഗ് ആണ് ചെയ്യേണ്ടത്. മിക്സഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പല വിളകളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മിക്സഡ് ഫാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കേരളത്തിലെ ഈ മഴക്കാല കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു കംപ്ലീറ്റ് 1 ഏക്കർ ഫാമിംഗ് പ്ലാനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ വിളകൾ തിരഞ്ഞെടുക്കണം, വെള്ളം എങ്ങനെ മാനേജ് ചെയ്യണം, മിക്സഡ് ഫാമിംഗ് അതായത് സമ്മിശ്ര കൃഷി എങ്ങനെ ചെയ്യാം, കൂടാതെ മാസം എത്ര വരുമാനം ലഭിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം എന്നത് വരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇനി നമുക്ക് 1 ഏക്കർ ഭൂമി എങ്ങനെ സ്മാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്കെടുക്കാം. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ 1 ഏക്കർ സ്ഥലമുണ്ട്. അതിലൊരു 40% സ്ഥലം തെങ്ങിന് കൊടുക്കുക. അതായത് 25 മുതൽ 30 വരെ തെങ്ങുകൾ നട്ടാൽ നമുക്ക് ഭാവിയിൽ ഇൻകം സെക്യൂറാക്കി വെക്കാൻ പറ്റും. പിന്നെ തെങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? അതിൻ്റെ ഇടയിൽ മറ്റ് ക്രോപ്പുകൾ കൂടെ നമുക്ക് വളർത്താൻ പറ്റും എന്നുള്ളതാണ്. ഇടവിള കൃഷി സാധ്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ തെങ്ങിൻ തോപ്പിൻ്റെ 25% സ്ഥലം വാഴ കൃഷിയിലേക്ക് കൊടുക്കാം നമുക്ക്. വാഴ കൃഷി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ ഫാസ്റ്റ് റിട്ടേൺ നൽകുന്ന ഒരു ക്രോപ്പാണ് കേട്ടോ, വിളയാണ്. അതായത് 8 മുതൽ 10 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ വിളവെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഫാസ്റ്റ് റിട്ടേണിംഗ് എന്ന് പറഞ്ഞാൽ. 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് മുടക്കിയ മുതൽ തിരിച്ചു കിട്ടും. ഇനി ഒരു 20% സ്ഥലം പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ചീര, പയർ, വെണ്ട, മുളക് പോലുള്ള പച്ചക്കറികളാണ് നമുക്ക് ദിവസവും വരുമാനം നൽകുന്നത്. അപ്പോൾ അങ്ങനത്തെ വിളകൾ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 15% ഇഞ്ചി, മഞ്ഞൾ അല്ലെങ്കിൽ പൗൾട്രി അതായത് കോഴിക്കൃഷി എന്നിവയ്ക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിലൊരു മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ റിസ്ക് കുറയും. അപ്പോൾ തന്നെ നമുക്ക് കൃഷി ഒരു ലാഭകരമായിട്ടുള്ളൊരു സംരംഭമായിട്ട് മാറും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉള്ളിലൊരു സന്തോഷം വരും, അതിൽ നിൽക്കാനുള്ളൊരു പ്രചോദനം കിട്ടും. ഇതാണ് മെയിനായിട്ട് നമ്മൾ മിക്സഡ് ഫാമിംഗ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. കേരളത്തിൽ മഴ ധാരാളം ലഭിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വെള്ളം മാനേജ്മെൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഫാമിംഗ് പ്രോബ്ലം എന്താണെന്ന് നോക്കിയാൽ വാട്ടർ ലോഗിങ് ആണ്. വാട്ടർ ലോഗിങ് എന്ന് വെച്ചാൽ അധികം വെള്ളം നിൽക്കുമ്പോൾ റൂട്ടിന് ഡാമേജ് വന്ന് നശിച്ചു പോകുന്നൊരു കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രോപ്പർ ഡ്രെയിനേജ് ചാനൽസ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ 2 പറഞ്ഞാൽ മഴവെള്ള സംഭരണ കുളങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. പിന്നെ ഒന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളിനന. പിന്നെ മൾച്ചിങ് ചെയ്യുക. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ പുതയിടലാണ്. പുതയിടൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും പറ്റും, അതുപോലെ തന്നെ വളർച്ച കുറയ്ക്കാനും പറ്റും. ഇതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിയുടെ ചിലവുകൾ കുറഞ്ഞു കിട്ടും. പിന്നെ കേരളത്തിൽ ഇന്ന് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന കർഷകർ ചെയ്യുന്ന ഒരു കാര്യമാണ് മിക്സഡ് ഫാമിങ്.
അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻകം സോഴ്സ് മാത്രം ആശ്രയിക്കാതെ മൾട്ടിപ്പിൾ ഫാമിംഗ് ആക്ടിവിറ്റീസ് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതി. ഇപ്പം നമ്മൾ അതിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തെങ്ങ്, വാഴ, കോഴിക്കൃഷി, അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറി കൃഷി, മീൻ വളർത്തൽ, പിന്നെ പശു വളർത്തൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഒരു വിള ഫെയിലായി പോയാലും കംപ്ലീറ്റ് ഇൻകം നമുക്ക് നഷ്ടപ്പെടില്ല, വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത് ജൈവവളങ്ങൾ നമുക്ക് റീസൈക്കിൾ ചെയ്യാനും സാധിക്കും. അതായത് കോഴിയുടെ വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് ആ കമ്പോസ്റ്റ് നമുക്ക് പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാം, അതുപോലെ ചാണകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കോസ്റ്റ് നന്നായിട്ട് കുറയ്ക്കും, കൃഷി ചെലവ് നന്നായിട്ട് കുറയ്ക്കും. ഇനി നമുക്ക് കാത്തിരുന്ന ആ ചോദ്യത്തിന് ഉത്തരം നോക്കാം. അതായത് 1 ഏക്കർ കൃഷിയിൽ നിന്ന് എത്ര വരുമാനം കിട്ടും എന്നുള്ളത്. റിയലിസ്റ്റിക്കലി പറഞ്ഞാൽ കേരളത്തിൽ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വാഴക്കൃഷിയിൽ നിന്ന് ഒരു 15 മുതൽ 25,000 രൂപ വരെ നമുക്ക് കിട്ടും. പിന്നെ പച്ചക്കറി കൃഷിയിൽ നിന്ന് ഒരു 8 മുതൽ 20 വരെ കിട്ടും. കോഴി കൃഷിയിൽ നിന്ന് 5,000 മുതൽ 10,000 രൂപ വരെ ലാഭം കിട്ടും. അങ്ങനെ എല്ലാം കൂടെ കണക്കൂട്ടി എടുക്കുമ്പോൾ ഒരു 30,000 മുതൽ 60,000 രൂപ വരെ കിട്ടും. ഒരു പ്രയാസവുമില്ലാതെ കിട്ടും. പക്ഷെ ഇതിൽ കൂടുതൽ കിട്ടാനേ ചാൻസ് ഉള്ളൂ കേട്ടോ. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസിയാണ് ഫാമിങ്ങിൻ്റെ സക്സസ് സീക്രട്ട്. അപ്പം കൃഷി നല്ല രീതിയിൽ സക്സസ് ആക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു കൃഷി ഇപ്പോൾ പാളിപ്പോയി പറ്റും, അപ്പോൾ നമ്മൾ മനസ്സ് തളരാതെ അടുത്ത കൃഷി അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക. അതല്ല എന്തുകൊണ്ടാണ് എൻ്റെ ഈ കൃഷി ഫെയിലായി പോയത് എന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതൊന്ന് ഒഴിവാക്കി നോക്കൂ. ചില സമയങ്ങളിൽ ആൾക്കാർ കോഴിക്കൃഷി കാണും, അപ്പോൾ കോഴിവളം ധാരാളമായിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ മൊത്തം ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇത്തവണ കോഴിവളം കുറച്ച് കൂടുതൽ കൊടുത്തത് കൊണ്ടാവാം ഇങ്ങനെ പറ്റിയത്, അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അതൊന്ന് കുറച്ചിട്ട് മറ്റുള്ള വളങ്ങൾ കൂട്ടിക്കൊടുക്കാം എന്നുള്ളൊരു രീതി നമ്മൾ അവലംബിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിയിലെ നഷ്ടങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കുറച്ചൊരു ഒബ്സർവേഷൻ വേണം, പിന്നെ കൺസിസ്റ്റൻസി വേണം. ഇങ്ങനെ കൺസിസ്റ്റൻസി ഫാമിങ്ങിൽ നിലനിർത്തുന്ന ആൾക്കാർ എന്തായാലും വിജയിക്കും എന്നുള്ളത് സത്യമാണ്. പുതിയ കർഷകർ സാധാരണ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ യൂട്യൂബ് കണ്ടിട്ട്, അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആൾക്കാർ വന്ന് യൂട്യൂബിൽ പറയുന്നത് കേട്ടിട്ട് ഫാമിങ് തുടങ്ങുക, പിന്നെ ഒരൊറ്റ ക്രോപ്പ് വെച്ച് മാത്രം കൃഷി ഇറക്കുക, പിന്നെ മാർക്കറ്റ് ഡിമാൻഡ് ചെക്ക് ചെയ്യാതെ കൃഷി ചെയ്യുക, പിന്നെ വാട്ടർ ഡ്രെയിനേജ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാതെ കൃഷി ഇറക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ടും ചെയ്യുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ക്ലൈമറ്റ് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. കൃഷി കാലാവസ്ഥ അറിഞ്ഞ് വേണം ചെയ്യാൻ, ഇല്ലാന്നുണ്ടെങ്കിലും പണി പാടും. ഇപ്പോൾ മനസ്സിലായില്ലേ, കേരളത്തിൽ 1 ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും അത് പാട്ടത്തിനെടുത്തതാണെങ്കിലും സ്വന്തമായിട്ടുള്ളതാണെങ്കിലും സ്മാർട്ടായിട്ട് ഫാമിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായില്ലേ. അതായത് സ്മോൾ ലാൻഡ് ഡസൻ മീൻ സ്മോൾ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഫാമിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കണേ. കൂടാതെ അടുത്ത വീഡിയോയിൽ ഏത് ഫാമിംഗ് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് ഉപകാരമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in next video. Till then, bye bye.